2021 മാത്രമല്ല 2024 പാർലമെന്റ് ഇലക്ഷൻ നടന്ന സമയത്തും കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച മുകേഷ് അന്ന് നാമനിർദ്ദേശ പത്രികയിൽ പറഞ്ഞ കാര്യം ഐ ആം എ കാൻഡിഡേറ്റ് സെറ്റ് ബൈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ചുരുക്കി പറഞ്ഞാൽ മുകേഷ് എല്ലാ നാമനിർദ്ദേശ പത്രികയിലും അത് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചപ്പോഴും മുകേഷ് തന്റെ നാമനിർദ്ദേശ പത്രികയിൽ താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് തന്നെ പിന്തുണക്കുന്നതെന്നും അവരുടെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം തനിക്ക് അനുവദിച്ചു തരണമെന്നും നാമനിർദ്ദേശ പത്രികയിൽ മുകേഷ് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഗോവിന്ദ പാർട്ടിയിൽ അംഗമല്ലാത്ത ആൾക്ക് നിങ്ങൾ ഈ പറയുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രം ഒരാളെ മത്സരിക്കാൻ കൊടുക്കുന്നത്? എങ്ങനെയാണ് പാർട്ടിക്കാരനല്ലാത്ത വ്യക്തി എങ്ങനെയാണ് ഈ പറയുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടില്ലേ? സരിൻ LDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിനെ കാലുവാരിക്കൊണ്ട് മറുകണ്ഠം ചാടിയ സരിൻ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിക്കുമ്പോൾ അവിടെ സരിന്റെ ചിഹ്നം ഏതായിരുന്നു? സ്റ്റെതസ്കോപ്പ് ആയിരുന്നു സരിന്റെ ചിഹ്നം. സരിന് അവിടെ എന്തുണ്ടായിരുന്നില്ല? അരിവാൾ ചുറ്റിക നക്ഷത്രം ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാ? അന്ന് സരിൻ പാർട്ടിയിൽ അംഗമല്ലായിരുന്നു.